ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചോള സേമിയയും ചെറുപരിപ്പും കൊണ്ടൊരു പായസമാണ്. ചെറുപരിപ്പെല്ലാം കഴുകിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. പിന്നീട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പായസം ചെയ്യേണ്ട പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ബാക്കി നെയ്യിൽ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഇത് സാധാരണ ഉപ്പുമാവ് ചെയ്യാൻ എടുക്കുന്ന സേമിയയാണ് ഞാനിപ്പോൾ പായസം ചെയ്യാൻ എടുക്കുന്നത്. എന്നാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ സേമിയയിൽ. സേമിയയെല്ലാം ഇപ്പം നെയ്യിൽ കിടന്ന് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് ചൂടാക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പാലെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റിയൊരു പായസമാണ്. നമ്മൾ ചൂടുപാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പായസം പെട്ടെന്ന് തയ്യാർ ചെയ്യാവുന്നതാണ്. വേവിച്ച പരിപ്പ് ഇപ്പം ഞാൻ 3 തവിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് പിന്നീട് തിളപ്പിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ ചൂടുപാലാണ് പായസത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റിൽ തന്നെ പായസം റെഡിയാക്കാവുന്നതാണ്. ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാർ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു പായസമാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം പായസമെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇത് കുറുകുന്നതാണ്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചോള സേമിയ ചെറുപരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക.